വീക്കെൻഡ് ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ്. എത്ര പേരെന്ന് പുറത്താവും? ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ വീക്കെൻഡ് സ്പെഷ്യൽ മിഡ് വീക്കൊക്കെ ആണെന്ന് നടക്കുന്നത്. രാത്രി 12 മണി വരെയുള്ള ഷൂട്ടിംഗ് ആണോ? റസ്മിനും അപ്സരയാണോ പുറത്താവുന്നത്? റസ്മിനും ഋഷിയാണോ പുറത്താവുന്നത്? അതോ റസ്മിൻ മാത്രമാണോ പുറത്താവുന്നത്? പറയാം, കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ വീക്കെൻഡിൻ്റെ ഷൂട്ടിംഗ് ഉച്ച കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. രാത്രി വരെ, ഞാൻ സമയമൊന്നും പറയുന്നില്ല, ഇതുപോലെ 12 മണിയൊന്നും പറയുന്നില്ല, അർദ്ധരാത്രി വരെ ഷൂട്ടിംഗ് ഉണ്ട്. കാരണം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും സ്പെഷ്യൽ കേക്ക് കട്ടിംഗ് ഒക്കെ നമ്മുടെ എന്താ പറയുക ബിഗ് ബോസിൻ്റെ പിന്നണിയിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കണ്ടസ്റ്റൻസിൻ്റെ കൂടെ സ്റ്റേജും വീഡിയോ ഒക്കെ ആയിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ കുറേ സ്പെഷ്യൽ ഈവൻസും കാര്യങ്ങളും, ചിലപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ടുള്ള ഡാൻസുകൾ, പാട്ടുകൾ ഒക്കെ വീട്ടുകാരുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ അതെല്ലാം വരുമ്പോൾ നല്ല ലാഗാവും. ഇതിൻ്റെ കൂട്ടത്തിൽ എവിക്ഷനും ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഏറ്റവും കുറച്ച് വോട്ടുകൾ നേടിയ 3 വ്യക്തികളെന്ന് ഞാൻ അറിഞ്ഞത് റസ്മിൻ, അപ്സര, ഋഷി, ഇവർ 3 പേരുമാണ്. ഇതിനകത്ത് റസ്മിൻ എന്തായാലും പുറത്താവും. ഇതുവരെ പുറത്തായിട്ടില്ല. റസ്മിൻ എന്തായാലും പുറത്താകും എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ ഉണ്ടായേക്കാം. റസ്മിൻ്റെ കൂടെ ഋഷിയോ അപ്സരയോ പുറത്ത് പോയേക്കാം എന്നാണ് അറിയുന്നത്. എന്തായാലും റസ്മിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എവിക്ഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ 8 ദിവസമായി എവിക്ഷൻ ഇല്ലാതിരിക്കുകയാണ്, 8 ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും എവിക്ഷൻ ഉണ്ട്. എവിക്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.